ചോദ്യം 1. മോട്ടോർ വാഹന അപകട ഫണ്ട് രൂപീകരിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം ഡാഷ് ആണ്. ഓപ്ഷൻസ് എ. എല്ലാ വാഹനങ്ങളുടെയും തേർഡ് പാർട്ടി ഇൻഷുറൻസിനായി. ബി. ഹിറ്റ് ആൻഡ് റൺ അപകട നഷ്ടപരിഹാരം നൽകുന്നതിന്. സി. മോട്ടോർ വാഹന സാങ്കേതിക വിദ്യയുടെ നവീകരണത്തിനായി. ഡി. റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം 2. വേഗപരിധി ലംഘിച്ച് ലൈറ്റ് മോട്ടോർ വാഹനം ഓടിക്കുകയോ ഓടിക്കാൻ അനുവദിക്കുകയോ ചെയ്താൽ പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് എ. 400 രൂപ പിഴ. ബി. 900 രൂപ പിഴ. സി. 2000 രൂപ പിഴ. ഡി. 3000 രൂപ പിഴ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ചോദ്യം 3. 53 വയസ്സിൽ ലൈസൻസ് കരസ്ഥമാക്കുന്ന വ്യക്തിയുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി ഡാഷ്. ഓപ്ഷൻസ് എ. 60 വയസ്സ് വരെ. ബി. 65 വയസ്സ് വരെ. സി. 5 വർഷം. ഡി. 10 വർഷം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ചോദ്യം 4. സുരക്ഷിതമായി അകലം പാലിക്കുന്നത് പ്രതിരോധാത്മകമായ ഡ്രൈവിംഗിന് എങ്ങനെ സഹായിക്കുന്നു? ഓപ്ഷൻസ് എ. മറ്റ് വാഹനങ്ങളെ വേഗം മറികടക്കാൻ സഹായിക്കുന്നു. ബി. പെട്ടെന്നുള്ള സ്റ്റോപ്പുകൾ അല്ലെങ്കിൽ അടിയന്തര സാഹചര്യങ്ങളോട് പ്രതികരിക്കാൻ ഇത് നിങ്ങൾക്ക് ധാരാളം സമയം നൽകുന്നു. സി. വരുന്ന ട്രാഫിക്കിൻ്റെ വേഗത അളക്കാൻ സഹായിക്കുന്നു. ഡി. പിഴ ലഭിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം 5. വാഹനത്തിൽ മറ്റൊരു ഇന്ധന സംവിധാനം ഉപയോഗിക്കണമെങ്കിൽ. ഓപ്ഷൻസ് എ. നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു. ബി. ഇന്ധനമാറ്റം അനുവദനീയമല്ല. സി. ആധുനിക LPG ഇൻബിൽറ്റ് മോഡലുകളുടെ കാര്യത്തിൽ പോലും ഉപയോഗിക്കാൻ കഴിയില്ല. ഡി. അധികാരികളുടെ സാക്ഷ്യപത്രത്തിന് ശേഷം ഉപയോഗിക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ചോദ്യം 6. അനുമതിക്ക് വിരുദ്ധമായി വാഹനത്തിൽ വരുത്തുന്ന രൂപമാറ്റത്തിൻ്റെ ശിക്ഷ എന്താണ്? ഓപ്ഷൻസ് എ. 1 മാസം വരെ തടവ് അല്ലെങ്കിൽ 5000 രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും. ബി. 6 മാസം വരെ തടവ് അല്ലെങ്കിൽ 5000 രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും. സി. 3 മാസം വരെ തടവ് അല്ലെങ്കിൽ 5000 രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും. ഡി. 1 വർഷം വരെ തടവ് അല്ലെങ്കിൽ 5000 രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം 7. എപ്പോഴാണ് ഒരു അടിയന്തര ഉപയോഗത്തിനുള്ള വാഹനത്തിന് നോ എൻട്രി അല്ലെങ്കിൽ വൺ വേ വഴി 2 ദിശകളിലേക്കും ഓടിക്കാൻ അനുവാദം ഉള്ളത്? ഓപ്ഷൻസ് എ. ആവശ്യ സേവനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ. ബി. വൺ വേ വഴി റിവേഴ്സ് ഗിയറിൽ മാത്രമേ ഡ്രൈവ് ചെയ്യാൻ അനുവാദമുള്ളൂ. സി. അനുവദനീയമല്ല. ഡി. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ചോദ്യം 8. നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ജംഗ്ഷനെ സമീപിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് എ. മുന്നോട്ട് പോകുന്നതിന് ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഉപയോഗിക്കുക. ബി. ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. സി. നിങ്ങളുടെ വേഗത നിലനിർത്തുകയും ഹോൺ മുഴക്കുകയും ചെയ്യുക. ഡി. വാഹനം വേഗത കുറയ്ക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ചോദ്യം 9. ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് എ. T പോയിന്റിൽ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ. ബി. ഇടതുവശത്തുനിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു. സി. ഇടത്തുനിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താനും മുന്നിലെ വാഹനങ്ങൾ കടന്നുപോകാനും. ഡി. അടയാളം മാറ്റൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ചോദ്യം 10. നിങ്ങളുടെ വാഹനം ഓവർടേക്ക് ചെയ്യപ്പെടുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് എ. വാഹനം നിർത്തി ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുക. ബി. മറ്റേ വാഹനത്തെ മറികടക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തരുത്. സി.
വാഹനം വേഗത കുറച്ച് വലതുവശത്തേക്ക് ഒതുക്കുക. ഡി. വാഹനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം 11. വാഹനം നിർത്തുവാനുള്ള സുരക്ഷിതമായ മാർഗം എന്ത്? ഓപ്ഷൻസ്: എ. ബ്രേക്ക് അമർത്തി ക്ലച്ച് ചവിട്ടുക. ബി. ക്ലച്ച് അമർത്തി ബ്രേക്ക് ചെയ്യുക. സി. ഒരേ സമയം ക്ലച്ചും ബ്രേക്കും അമർത്തുക. ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ചോദ്യം 12. ഇരു സൈഡിലും പാർക്ക് ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം 13. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഹെഡ് ലാമ്പുകൾ ഫ്ലാഷ് ചെയ്ത് ഒരു വാഹനം പുറകെ വേഗത്തിൽ വരുന്നു. എന്ത് ചെയ്യണം? ഓപ്ഷൻസ്: എ. നിങ്ങളുടെ പിന്നിൽ ഗ്യാപ്പ് നിലനിർത്താൻ വേഗത്തിലാക്കുക. ബി. നിങ്ങളുടെ ബ്രേക്ക് ലൈറ്റുകൾ കാണിക്കാൻ ബ്രേക്കുകളിൽ സ്പർശിക്കുക. സി. സുരക്ഷിതമാണെങ്കിൽ വാഹനത്തെ മറികടക്കാൻ അനുവദിക്കുക. ഡി. നിങ്ങളുടെ വാഹനം നിർത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ചോദ്യം 14. മിന്നുന്ന ചുവപ്പ് അല്ലെങ്കിൽ നീല ലൈറ്റുമായി ഒരു എമർജൻസി വാഹനം സമീപിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ്: എ. നിങ്ങളുടെ വാഹനം എവിടെയാണോ അവിടെ നിർത്തുക. ബി. വേഗത കുറച്ച് റോഡിൻ്റെ ഇടതുവശത്തേക്ക് വാഹനം മാറ്റുക. സി. കഴിയുന്നത്ര വേഗത്തിൽ ഡ്രൈവ് ചെയ്യുക. ഡി. വാഹനത്തെ അവഗണിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം 15. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ഏതാണ് ശരി? ഓപ്ഷൻസ്: എ. എക്സ് എന്ന വാഹനം വൈനെയും സെഡിനെയും പോകാൻ അനുവദിക്കണം. ബി. വൈ എന്ന വാഹനം എക്സിനെയും സെഡിനെയും പോകാൻ അനുവദിക്കണം. സി. സെഡ് എന്ന വാഹനം എക്സിനെയും വൈനെയും പോകാൻ അനുവദിക്കണം. ഡി. വൈ, എക്സ് എന്നീ വാഹനങ്ങൾ സെഡിനെ പോകാൻ അനുവദിക്കണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം 16. ഒരു ലൈസൻസിംഗ് അതോറിറ്റി നൽകുന്ന ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിന് ഡാഷ് വരെ കാലാവധി ഉണ്ടായിരിക്കും. ഓപ്ഷൻസ്: എ. 1 വർഷം. ബി. 2 വർഷം. സി. 3 വർഷം. ഡി. 5 വർഷം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ചോദ്യം 17. ലൈറ്റ് റിഫ്രഷ്മെന്റ് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ചോദ്യം 18. നിങ്ങളുടെ ഡ്രൈവിംഗിനെ ബാധിക്കാൻ സാധ്യതയുള്ള മരുന്നുകളാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ്: എ. വാഹനം ഓടിക്കുന്നതിന് മുമ്പ് വൈദ്യോപദേശം തേടുക. ബി. അത്യാവശ്യ യാത്രകൾക്ക് മാത്രം ഡ്രൈവിംഗ് പരിമിതപ്പെടുത്തുക. സി. ഒരു ലൈസൻസ് ഉടമയോടൊപ്പമുണ്ടെങ്കിൽ മാത്രം ഡ്രൈവ് ചെയ്യുക. ഡി. കുറഞ്ഞ ദൂരത്തേക്ക് മാത്രം ഡ്രൈവ് ചെയ്യുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ചോദ്യം 19. അപകടത്തിൽ ഉൾപ്പെടുന്ന മറ്റ് ഡ്രൈവർമാരോട് എങ്ങനെ പെരുമാറണം? ഓപ്ഷൻസ്: എ. അപകടത്തിൽ ഉൾപ്പെട്ട എല്ലാ വ്യക്തികളും ക്ഷമ കൈവിടരുത്. ബി. മറ്റ് വാഹന ഡ്രൈവർമാരുമായി ആവശ്യമായ വിവരങ്ങൾ കൈമാറുക. സി. അപകടത്തിൽ ഉൾപ്പെട്ട മറ്റാരെയും പ്രകോപിപ്പിക്കരുത്. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ചോദ്യം 20. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: എ. സൈക്കിൾ ട്രാക്ക്. ബി. സൈക്കിൾ ക്രോസ് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. സി. സൈക്കിൾ ക്രോസിംഗ്. ഡി. മോട്ടോർ സൈക്കിൾ ട്രാക്ക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ചോദ്യം 21. ഡ്രൈവിംഗ് സമയത്ത് നിങ്ങൾ റോഡ് പണി നടക്കുന്നതായും ഒരു താൽക്കാലിക പരമാവധി വേഗപരിധി അടയാളം കാണുകയും ചെയ്താൽ നിങ്ങൾ ഓപ്ഷൻസ്: എ.
പ്രവൃത്തി ദിവസത്തിൽ അടയാളം പാലിക്കുക. ബി. എല്ലാ സമയത്തും അടയാളം പാലിക്കുക. സി. പാതകൾ ഇടുങ്ങിയതാണേൽ അടയാളം പാലിക്കുക. ഡി. രാത്രി സമയങ്ങളിൽ അടയാളം പാലിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ചോദ്യം 22. ഒരു മോട്ടോർ വാഹനം ഡാഷ് വേഗതയിൽ ഓടിക്കാൻ പാടില്ല. ഓപ്ഷൻസ് എ. പരമാവധി വേഗപരിധിയേക്കാൾ കൂടുതൽ. ബി. കുറഞ്ഞ വേഗപരിധിയേക്കാൾ കുറഞ്ഞ്. സി. ഏതെങ്കിലും തരം വാഹനങ്ങൾക്ക് ബന്ധപ്പെട്ട അധികാരികൾ പരമാവധി വേഗത നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ വേഗതയിൽ കൂടുതൽ. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ചോദ്യം 23. ഒരു വാഹനം ഡാഷിൽ പാർക്ക് ചെയ്യരുത്. ഓപ്ഷൻസ് എ. ലെവൽ ക്രോസിംഗിന് 5 മീറ്റർ മുമ്പ്. ബി. കാൽനട ക്രോസിംഗിന് 5 മീറ്ററിന് ശേഷം. സി. വാഹനം ബസ് അല്ലാത്തതാണെങ്കിൽ ഒരു നിയുക്ത ബസ് സ്റ്റോപ്പിൽ. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ചോദ്യം 24. ഒരു വാഹനം മറികടക്കാൻ പാടില്ലാത്ത സാഹചര്യം ഇനി പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് എ. മുന്നോട്ടുള്ള വഴി കാണാത്തപ്പോൾ. ബി. ജംഗ്ഷനുകളിൽ. സി. വളവുകളിൽ. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ചോദ്യം 25. മദ്യം ഡ്രൈവിംഗിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ഓപ്ഷൻസ് എ. തീരുമാനമെടുക്കുന്നതിലുള്ള കഴിവിനെ. ബി. ജാഗ്രതയെ. സി. കാഴ്ചയെ. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി.